ഇതപര്യന്തമുള്ള കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു. അതായത് 5 കൊല്ലം കൂടുമ്പോൾ ഉള്ള ഭരണമാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇവിടെ വന്ന വലിയ ചേഞ്ചിൽ വലിയ സംഭാവന അതത് കാലത്ത് ചെയ്യാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഡിജിറ്റൽ യുഗം തുറന്നപ്പോൾ ഡിജിറ്റൽ സാക്ഷരത പഠിപ്പിച്ച് അക്ഷയ കൊണ്ടുവന്ന് വരാൻ പോകുന്ന സ്മാർട്ട് ഫോൺ യുഗം തുറക്കും. ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ അവിടെയായിരിക്കും. എല്ലാ ഓഫീസും ആ സ്മാർട്ട് ഫോണിലായിരിക്കും. ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. ഒരുപക്ഷെ ഇപ്പോ അത് ആർക്കും ഒരു സംഭവമല്ല. അതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന യുഗം. UDF ഗവൺമെന്റുകളാണ് കമ്പാരിറ്റീവ്ലി പരിഷ്കാരങ്ങൾ അതത് കാലത്ത് കൊണ്ടുവന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, കിട്ടി 20 വർഷത്തെ ആ ഒരു സമയം നമ്മൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് ആലോചിക്കാവുന്നത്. അതിന് വന്ന എതിർപ്പ് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ ആ എതിർപ്പിനെ മറികടന്ന് നമ്മൾ അന്ന് ചെയ്തു. ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ഞാനും അടിവരയിട്ടാണ്. ഞങ്ങൾക്ക് ഒരു വിൽ പവർ ഉണ്ട്. കാരണം ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾ വളരെ പിറകെ പോയിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും വീണ്ടും ടെക്നോളജി പുതിയ ഇപ്പൊ AI വരികയാണ്. ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ വരാൻ പോകുന്ന അവിടെ ഉണ്ടായ സജഷൻ കണ്ടില്ലേ? കോഡിംഗ് പഠിപ്പിക്കണം, കരിക്കുലം അതിനനുസരിച്ച് മാറ്റണം. ഇതൊന്നും ഇന്നത്തെ നിലക്കാണെങ്കിൽ ചെയ്യില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞങ്ങൾക്കൊരു ആൾട്ടർനേറ്റീവ് അജണ്ടയുണ്ട്. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കലല്ല, കുറ്റം തന്നെയാണ്. പക്ഷേ ആൾട്ടർനേറ്റീവ് അജണ്ടയുണ്ട്. ആ ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ടാക്കാനുള്ള സഹായമാണ് നിങ്ങളിൽ നിന്നൊക്കെ, ഈ കുട്ടികളിൽ നിന്ന് നിങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അത് തരിക. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുകയും അതിന്റെ റിസോഴ്സസ്, അതും പ്രധാനമുള്ളൂ. കയ്യിൽ കാശില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള റിസോഴ്സസ് ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള വിൽ പവർ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നീട്ടുന്നില്ല. എല്ലാ നിർദ്ദേശങ്ങളും വരട്ടെ. അതിനാണ് ഇന്ന് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി പ്രസംഗം നീട്ടുന്നില്ല. എന്റെ വാക്കുള്ളത്.